പെരിയ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതികളും ഉൾപ്പെട്ടതായി സൂചന. കൊലപാതക കേസിൽ പ്രതികളായ 2 പേർ സംഭവ ദിവസം പെരിയ കല്ലോട്ട് എത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ട ദിവസത്തിന് ശേഷം ഇവരെ കാണാനില്ല എന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കല്ലോട്ടേക്ക് ഇവർ എത്തിയിരുന്നു എന്നത് സ്ഥിരീകരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. സംഭവ ദിവസം കറുത്ത കാറിൽ ദേശീയപാത വഴി അതിവേഗം കടന്നുപോയതായി സംശയിക്കുന്ന പ്രതികളിൽ ഇവരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. പരോളിൽ ഇറങ്ങിയ TP വധക്കേസ് പ്രതികൾ പെരിയ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സംശയം ബലപ്പെടുത്തുന്നതാണ് പുറത്തുവരുന്ന പല തെളിവുകളും. നിഷ്ഠൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിന് തൊട്ടുമുമ്പ് TP വധക്കേസിലെ പ്രതികളായ കിർമാണി മനോജിനും റഫീഖിനും പരോൾ നൽകി പുറത്തുവിട്ടിരുന്നു. പരോളിൽ ഇറങ്ങിയ ശേഷം ഇവർ എവിടെയാണെന്നും അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നും അന്വേഷിക്കണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടിരുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം പീതാംബരൻ ഉൾപ്പെടെയുള്ള സംഘം കാഞ്ഞങ്ങാട് രാവണീശ്വരം വരെ സഞ്ചരിച്ച ശേഷമാണ് മടങ്ങി പാർട്ടി ഓഫീസിൽ എത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇത് കൃത്യനിർവഹണത്തിൽ സഹായിച്ചവരെ അവിടെ എത്തിക്കാനായിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നു. ആദ്യഘട്ട അന്വേഷണത്തിൽ നിലവിൽ അറസ്റ്റിലായവർക്ക് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൊട്ടേഷൻ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ ഗുരുതരമായ ഒരു അനാസ്ഥ കേസ് അന്വേഷണത്തിൽ ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊല്ലപ്പെട്ട യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിന്ന് 2 വിരലടയാളങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും ഇവയുടെ ശാസ്ത്രീയ പരിശോധന ഇതുവരെ നടത്തിയിട്ടില്ല. കൊലപാതക സംഘത്തിൽ 8 പേരാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും ഈ വിരലടയാളങ്ങൾ ഇവരിൽ ആരുടേതെങ്കിലും ആണോ എന്ന കാര്യം പരിശോധിച്ചിട്ടില്ല. പുറമേ നിന്നുള്ളവരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരും. ബൈക്കിലിരുന്ന കൃപേഷിനെ ഒറ്റവെട്ടിന് കൊന്നതായി കസ്റ്റഡിയിലുള്ള പ്രതികൾ നൽകിയ മൊഴിയിലുണ്ട്. ഇതോടെ പ്രതികളിൽ ചിലർ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലെത്തി ആയുധ പരിശീലനം നേടിയിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ബിഗ് 14. പ്രൈം ലൈഫ് ഹെൽത്ത് മാർട്ട്, ഡാനിഷ് ഇംബക്സ്, NH 66 കാസർഗോഡ്.